നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊളംബോയിൽ സ്ഫോടനം. ജനറൽ അടക്കം നിരവധി പട്ടാള ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഏതു തരത്തിലുള്ള പാകിസ്ഥാൻ ആക്രമണവും ചെറുക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് കരസേനാ മേധാവി. ദക്ഷിണാഫ്രിക്കയുമായുള്ള 3-ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയല്ലേ നീ? പിന്നെ ഇത്ര നേരം എവിടെയായിരുന്നു? ഗിരിജേച്ചി നാളെ നാട്ടിൽ പോവാ. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കൂടെ പോണ്ടി വന്നു. ഓ, ഒരു ഗിരിജ. അവരുമായിട്ടുള്ള കൂട്ടത്ര നല്ലതിനല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ റൂംമേറ്റ് ആയി പോയില്ലേ? പറ്റിയൊരു റൂംമേറ്റ്. എനിക്കറിയാം, ദേഷ്യപ്പെടാനുള്ള കാരണം ഇതൊന്നുമല്ല. ആ പ്രോഗ്രാമിനെ പറ്റി ഓർത്തിട്ടല്ലേ? ജനാർദ്ദനോടുള്ള ദേഷ്യത്തിന്റെ പേരിലാ വൈറ്റിൽ അത് കവർ ചെയ്ത് GM-നെ കാണിച്ചത്. അല്ലാതെ എനിക്ക് ആ പ്രോഗ്രാമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനും ജനുവേട്ടനും കൂടാതെ പിന്നെ നിനക്ക് മാത്രമേ ഞങ്ങളെ പ്ലാനിങ്ങിനെ കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്താ കരുതേണ്ടത്? പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല സജി. ആ വൈറ്റിൽ എങ്ങനെയോ മണത്തറിഞ്ഞതാവും. മണത്തറിയാൻ അയാളാര്? പോലീസ് പട്ടിയോ? എന്നാ ഞാൻ മനഃപൂർവ്വം ചെയ്താണെന്ന് കരുതിക്കോ. അയ്യോ, അങ്ങനെയൊക്കെ പറയും പോലെ തമാശ പറഞ്ഞല്ലേ. അവിടെ ഇരിക്കേ. അതൊന്നുമല്ല സജി, കാര്യമായിട്ട് പറഞ്ഞതാ. ശരി, എന്നാ പിണക്കം മാറ്റാൻ എന്താ സ്പെഷ്യൽ വേണ്ടത്? പറ. എന്ത് വേണേലും മെസ്സാജ് മേടിച്ചു തരാം. എനിക്കൊന്നും വേണ്ട. കേരളത്തോട് അനുഭാവപൂർണമായ സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി E.K. നായനാർ. തിരുവനന്തപുരത്ത് കേര കർഷകർക്കായി സംഘടിപ്പിച്ച പ്രത്യേക സെമിനാറിൽ അധ്യക്ഷത വഹിച്ച് ഒന്നുമില്ല. ഇപ്പോൾ കിട്ടിയ വാർത്ത. പ്രശസ്ത ചിത്രകാരനും നാഷണൽ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിന്റെ മുൻ പ്രിൻസിപ്പലുമായിരുന്ന സൈമൺ സക്കറിയ അല്പം മുൻപ് ഹൃദയാഘാതം മൂലം അന്തരിച്ചു. ബാംഗ്ലൂരിലെ സൗത്ത് ഇന്ത്യ ആർട്സ് ഗാലറിയിൽ വൈകുന്നേരം 6 മണിക്ക് ചിത്രകലയെക്കുറിച്ചുള്ള ഒരു നാഷണൽ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അന്ത്യം. ശ്വാസതടസ്സം നേരിട്ട സൈമൺ സക്കറിയെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് ഞങ്ങളുടെ ബാംഗ്ലൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇല്ല ഹേമ, ഞാനിപ്പോ ഒന്നിലും അത്രയ്ക്ക് എൻഗേജഡ് അല്ല. ആകെ ഒരു മൂഡ് ഓഫ്. ക്ലബിന്റെ പ്രോഗ്രാംസ് എല്ലാം മിസ്സസ് മേനു വിളിച്ച് പറയാറുണ്ട്. അതെ, മായ ലീവിൽ തന്നെയാ. 1-2 ദിവസം കൂടി. റിലേറ്റീവ്സ് ഒക്കെ പോയി. ആനി ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. ഞാൻ പോവാ. ഹേമ, ഞാൻ പിന്നെ വിളിക്കാം. പോകണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ 1-2 കേസുള്ളത് കളയാൻ പറ്റില്ലല്ലോ. അവിടുത്തെ വാടക വീട് ഞാൻ വിട്ടുകൊടുത്തു. ചെലവെല്ലാം കൂടി എങ്ങനെ താങ്ങാനാ? തൽക്കാലം ലോഡ്ജിലേക്ക് മാറിയിരിക്കുക. ലോഡ്ജിലേക്ക് ഏതായാലും ഇവളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇല്ലടി. അല്ലല്ല, ഞാൻ വരുന്നില്ല. ക്ഷണിച്ചില്ലല്ലോ ഞാൻ. ക്ഷണിച്ചാലും ഇല്ല. എന്തിനാ? കള്ളും കുടിച്ചൊന്ന് തല്ലുകൂടാനല്ലേ? വേണ്ട, ഇവിടെ അമ്മച്ചിയുടെ അനിയത്തിയുടെ കൂടെ പുറത്തോ. ഞാൻ ഇറങ്ങാ. പിന്നൊരു കാര്യം, പപ്പയോട് ഞാൻ നേരത്തെ പറഞ്ഞതാ. പപ്പ സമ്മതിച്ചതാ. പപ്പയുടെ ഓർമ്മയ്ക്ക് 1-2 ചിത്രങ്ങൾ ഞാൻ കൊണ്ടുപോവാ. കേട്ടോടാ? എത്രണ്ണുണ്ട്? എണ്ണി നോക്കിയില്ല, 10 കാണും. എന്തിനാ വക്കീല ഇതെല്ലാം കൂടി കൊണ്ടുപോകണം? അവിടുത്തെ 1-2 ബാറുകാർ ചോദിച്ചിട്ടുണ്ട്. കടം കുറച്ച് വീട്ടാനുണ്ട്. ഇത് കൊടുത്താൽ 1-2 പറഞ്ഞ് മുഴുവൻ കൊണ്ടുപോകണോ? ഇവിടെ ഇരുന്നിട്ട് എന്താ, വെറുതെ ചിതലരിച്ചു പോയില്ലേ? എനിക്കാവുമ്പോ അതൊരു ഉപകാരവും. വിറ്റ് കള്ളു കുടിക്കാനല്ലേ? ആണെങ്കിൽ ആണെന്ന് വെച്ചോ. ഇത് ഇവിടെ വെച്ച സൈമൺ സക്കയുടെ പെയിന്റുകൾ കോടിക്കണക്കിന് രൂപയ്ക്ക് ലേലത്തിന് ആള് വരുമോ? സമ്മതിക്കില്ല. കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. കൊണ്ടുപോകുന്നേ കൊണ്ടുപോട്ടടി. നിനക്കെന്താ എത്ര വാശി? പപ്പയുടെ ഓർമ്മയ്ക്കായി. ഓ, ഇനി വരയും കുറിയും കണ്ടാലേ നിന്റെ പപ്പയെ ഓർമ്മ വരുള്ളൂ. സ്റ്റീഫൻ ഇതൊരു ഉപകാരമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ഇവിടെ സ്ഥലം ഒഴിഞ്ഞു കിട്ടുമല്ലോ. വിറ്റ് തൊലയ്ക്കാനാ ഇതൊക്കെ. നിന്റെ പപ്പ പിന്നെ ഇത് വരച്ചുണ്ടാക്കി എന്തിനാ? വിൽക്കാനല്ലേ? ഇതില്ലാഞ്ഞ് എനിക്കൊരു ശാപം വേണ്ട. വണ്ടി എടുക്കാം. അങ്ങനെ മുഴുവൻ പെയിന്റിങ്സ് എടുത്തുകൊണ്ട് പോകാൻ എന്തിനാ സമ്മതിച്ചത്? ആരാ പറയാൻ? കുറെ ശ്രമിച്ചു നോക്കി ഞാൻ തടുക്കാൻ. ആനി ചേച്ചി പിന്നെ ചേട്ടന്റെ മുന്നിൽ ഒന്നും പറയില്ലെന്ന് മനസ്സിലാക്കാം. മമ്മി പോലും അങ്ങേരുടെ സൈഡായിരുന്നു.
ഒരാൺതുണയില്ലാത്ത വീടായി അത്. ഉള്ള ആളിങ്ങനെ. റോബിച്ചായി വന്നിരുന്നെങ്കിൽ. അറിയിച്ചില്ലേ റോബിച്ചായന്? ബറോഡയിൽ വിളിച്ചു, അവിടെ ഇല്ല. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. തന്റെ റോബിച്ചായനെ എനിക്കറിയാമായിരുന്നെങ്കിൽ എവിടെയാണെങ്കിലും അന്വേഷിച്ച് കൊണ്ടുവരുമായിരുന്നു ഞാൻ. ഒരു കുടുംബം അനാഥമാവെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാവും. ഇങ്ങനെ വിഷമിച്ചാലോ? ഞാനില്ലേ നിനക്ക്? ഈ ദുഃഖത്തിനിടയിൽ എങ്ങനെയാ ഇതൊന്ന് പറയാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ വീടിന്റെ ആധാരം ഇപ്പൊ എന്റെ കയ്യിലാ. കുറേശ്ശെയായിട്ട് വാങ്ങിയതെങ്കിലും ഇപ്പൊ അതൊരു വലിയ തുകയായിട്ടുണ്ട്. സക്രിയ സാറ് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയാ? 4.5 ഉണ്ട്. 4.5 ലക്ഷം രൂപ? അത് മുതല്, പിന്നെ പലിശ വേറെ. പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞാ ഞങ്ങൾ എന്താ ചെയ്യാ? ഇന്ന് ഉടനെ വേണമെന്നല്ല പറഞ്ഞത്, എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണമെന്നാ. നിങ്ങളാ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കേണ്ടത്. ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിക്കണം, ഞാൻ പിന്നെ വരാം. ഇരിക്കും. എന്തിനാ അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അത് ശരി, എനിക്ക് പറയാനുള്ളത് പറയാതെ പോകാൻ പറ്റും. എന്താണേലും ഒന്ന് പതുക്കെ പറ. നമ്മുടെ വീട്ടുകാരും വെറുതെ എന്തിനാ എല്ലാരും അറിയിക്കുന്നേ? ഇനി ഇതിപ്പോ എല്ലാരും അറിയും. കുറച്ചാണോ? 1.5 ലക്ഷമാണ് ബ്ലേഡിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ആ ബ്ലേഡ് പണിന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. വീട്ടുവാതിൽക്ക് വന്ന് ഇതിനേക്കാൾ ഉച്ചത്തിൽ അയാൾ സംസാരിക്കുന്നത്. നിനക്ക് വേണ്ടിയാ കാശെടുത്തത്, നിന്റെ സീരിയലിനും പുണ്ണാക്കിനൊക്കെ വേണ്ടി. കുറച്ച് പൈസ ഞാൻ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. നിനക്കിപ്പോ ഒരു ജോലി ഉള്ളതുകൊണ്ട് ആ ബ്ലേഡുകാരന് അവധി തന്നേക്കും. നീ അയാളോടൊന്ന് സംസാരിക്കേ. നിന്റെ ജോലിക്കാര്യം പറഞ്ഞിട്ടാ നീ അയാളോട് അവധി വാങ്ങേണ്ടത്. അല്ല, സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എത്ര രൂപ കാണും? അത് ഒരു അത് എത്രയായാലും കൊണ്ടു ചെന്ന് അയാളുടെ കൊടുക്ക്. എന്നിട്ടൊരു അവധിയും പറ. അപ്പച്ചൻ കൊടുത്ത ചെക്ക് അയാൾ പ്രസന്റ് ചെയ്താൽ ആകെ കുഴപ്പമാ. പിന്നെ കേസും കോടതി എന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്നേക്കരുത്. മായ വല്ലാണ്ട് അപ്സെറ്റ് ആണെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ നമുക്കൊന്ന് പുറത്തു പോവാന്ന്. എന്താ പ്രോബ്ലം? എന്താന്ന് പറയൂ. വേറൊരാളോട് പറഞ്ഞ മനസ്സിന്റെ ഭാരം അല്പം കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ. എനിക്കിപ്പോ ഈ ജോലി അത്യാവശ്യ. അതെന്താ മായ അങ്ങനെ പറഞ്ഞത്? വീട്ടില് പ്രശ്നങ്ങളില്ലെങ്കിലും ജോലി അത്യാവശ്യമല്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ പെണ്ണുങ്ങൾ പഠിക്കണം, നല്ല രക്ഷയുള്ളൂ. സജിയോട് ഇക്കാര്യം പറയണമെന്ന് വെച്ച് ചെന്നു ഞാൻ. മാത്തച്ഛൻ വന്ന നേരായിരുന്നു അത്. മനസ്സിലാക്കിയെടുത്തോളം എന്റെ അത്ര തന്നെ പ്രശ്നങ്ങളുണ്ട് അവനും. ഇതാ എനിക്ക് മനസ്സിലാവാത്തത്. സജി സജി സജി. മായേ, ഇപ്പോഴത്തെ അവസ്ഥയില് മായക്ക് തോന്നുന്നുണ്ടോ വലിയൊരു ഭാരം അയാളെടുത്ത് തലയിൽ വെക്കുന്ന? അവനവന്റെ പ്രശ്നങ്ങൾ എന്നെ ഇഷ്ടം പോലെ കിടക്കുമ്പോ ബാക്കിയുള്ളവരും കൂടെ ഏറ്റെടുക്കാൻ ആരാ റെഡിയാവാ? എത്ര ഇഷ്ടമുണ്ടെങ്കിലും. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇതിലിപ്പോ എന്താ എത്ര അറിയാൻ? അറിയാൻ ഒന്നേ ഉള്ളൂ, ജോലി വേണം. അതിന് വേണ്ട എന്താച്ചാ ചെയ്യണം, അത്ര തന്നെ. അതിന് ഇനി സജിക്ക് അത് തോന്നോ ഇത് തോന്നോ എന്ന് വിചാരിച്ചിരുന്ന കഷ്ടപ്പെടാൻ പോണത് മായന്യ.